നമ്മളിന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്ക് വൈകാരികമായി ബന്ധമുള്ള പത്മശ്രീ പി ഗോപിനാഥൻ നായർ സാറിൻ്റെ പ്രതിമ അനാച്ഛാദനവും അതോടൊപ്പം തന്നെ ഗോപിനാഥൻ നായർ സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ കേരള ഗാന്ധി സ്മാരകത്തിയുടെ ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അവർക്ക് പുരസ്കാര വിതരണവും ചരിത്രപ്രസിദ്ധമായ ദണ്ഡിയാത്രയുടെയും ഉപ്പു സത്യാഗ്രഹത്തിൻ്റെയും 95ാം വാർഷികാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദണ്ഡിയാത്രയുടെ അനുസ്മരണ യാത്രയുടെ ഉദ്ഘാടനവും നടക്കുന്ന ഒരു വേദിയാണ്. ഈ വേദിയിൽ ഈ സമ്മേളനം ഇവിടെ സമാരംഭിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു ചരടിൽ കോർത്തിണക്കിയ ആ ബന്ധം, ആ ഇടപിരിയാത്ത ബന്ധത്തിൻ്റെ ഉടമകളാണ് നമ്മളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ മണ്ണിന് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. മഹാത്മാഗാന്ധിയെ നേരിട്ട് കാണുവാൻ, അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുവാൻ വരലബ്ധി ലഭിച്ച അഭിവന്ദ്യനായ ഗോപിനാഥൻ നായർ സാർ ജനിക്കുകയും വളരുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ബന്ധാവ് കെട്ടിപ്പടുക്കുകയും ചെയ്ത മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്ന് പാദമൂന്നി ഇരിക്കുന്നത് എന്ന വൈകാരികമായ ബന്ധമാണ് ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കുമുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മഹാനുഭാവനായ യുഗപുരുഷൻ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായി തൻ്റെ ജീവിതകാലം മുഴുവൻ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ നെഞ്ചിലേറ്റി ഉപാസിച്ചു നടന്ന ആ ഗാന്ധി ശിഷ്യന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാൻ ഗാന്ധിയുടെ പിൻതലമുറക്കാരനായ തുഷാർ ഗാന്ധിയുടെ സാന്നിധ്യമാണ് ഇവിടെ പുതുചരിത്രം രചിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതും ഇന്ന് ചരിത്രത്തിന്റെ നിയോഗമാണ്. ആ നിയോഗത്തിനാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നിവിടെ സാക്ഷിയായിരിക്കുന്നത് എന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യതയാർന്ന മുഹൂർത്തമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയും. ഇന്ന് മാർച്ച് 12 ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരുപിടി ഓർമ്മകൾ, ഒരുപിടി സമര ചരിത്രങ്ങൾക്ക് നാന്ദി കുറിച്ച ദിവസമാണ്. ബ്രിട്ടീഷുകാരൻ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയതിനെതിരായിട്ടുള്ള സമരം മാത്രമായിരുന്നില്ല ദണ്ഡിയാത്ര. സ്വാതന്ത്ര്യ സമരം ഭാരതത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ആബാലവൃദ്ധൻ ജനങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ അഭിവാഞ്ച, കെട്ടടങ്ങാത്ത അഭിവാഞ്ച അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ആവാഹിക്കുവാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി നിത്യോപയോഗ സാധനമായ ഉപ്പിന് നികുതി കൂട്ടിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുമതിയില്ലാതെ ഉപ്പുണ്ടാക്കിയാൽ പിഴ ചുമത്തി ജയിലിലടയ്ക്കുന്ന ശിക്ഷാവിധി ഉൾക്കൊള്ളുന്ന നിയമം നടപ്പിലാക്കിയപ്പോൾ അതിനെതിരായ ദണ്ഡിയാത്ര സംഘടിപ്പിച്ചത്. അത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഭാരതത്തിലെ മുഴുവൻ വരുന്ന ആബാലവൃദ്ധൻ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന് സജ്ജനാക്കാനുള്ള അടിക്കല്ല് പാകുന്ന സമരത്തിനാണ് നാന്ദി കുറിച്ചതാണ് മാർച്ച് 12. അതുപോലെ ഇന്ന് മാർച്ച് 12 മറ്റൊരു ചരിത്രപ്രധാനമായ സവിശേഷത ഉണ്ട്. ആ സമാനതയില്ലാത്ത സവിശേഷത എന്ന് പറഞ്ഞാൽ 2 യുഗപുരുഷന്മാരുടെ സമാഗമനം നടന്ന ഇതേപോലൊരു സായം സന്ധ്യാകാലത്താണ് ഉത്തരേന്ത്യയിൽ നിന്ന് മഹാനുഭാവനായ ഒരു യുഗപുരുഷൻ തെക്കേ ഇന്ത്യയിൽ, ഈ തെക്കൻ കേരളത്തിൽ ശിവഗിരി കുന്നുകൾ തേടി അവിടുത്തെ യുഗപുരുഷനായ നാരായണ ഗുരുവുമായി സംവദിക്കുവാൻ സമയം കണ്ടെത്തുകയും സംവദിക്കുകയും ചെയ്തത് ഇതുപോലെ മാർച്ച് 12 ഇതുപോലൊരു സായം സന്ധ്യയിലാണ്. അങ്ങനെ ഇന്നത്തെ മാർച്ച് 12 എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഒരു വളരെ സുപ്രധാനമായ ഏടിന് നാന്ദി കുറിച്ച ദിവസമാണ്. അതേ ദിവസത്തിലാണ് ഏതോ നിമിത്തമെന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായി തന്റെ ജീവിതകാലം മുഴുവൻ നടന്നു നീങ്ങിയ ഗോപിനാഥൻ നായർ സാറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാൻ മഹാത്മാഗാന്ധിയുടെ പിന്തുണക്കാരൻ, മഹാത്മാഗാന്ധിയുടെ പൗത്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഒരു പുതുചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ഈ രാജവീതിയിലൂടെയാണ് മഹാത്മാഗാന്ധി സഞ്ചരിച്ചു പോയത്. ആ മഹാത്മാഗാന്ധിയാണ് കുട്ടിക്കാലത്ത് 2 തവണ ഗോപിനാഥൻ നായർ സാർ കണ്ടത്. തൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് നടന്നുപോയി നമ്മളിന്ന് ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള യോഗത്തിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഈരുട്ടുകാലയുടെ യോഗത്തിലും. അതിനുശേഷവും 2 പ്രാവശ്യം മഹാത്മാഗാന്ധിയെ നേരിൽ കാണുവാൻ അവസരം ഗോപിനാഥൻ നായർ സാറിന് ലഭിച്ചു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ധന്യതയാർന്ന ഒരു മുഹൂർത്തത്തിനാണ് ഞാനും നിങ്ങളുമൊക്കെ
സാക്ഷിയാവുകയും ഇവിടെ വന്നിരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്തു എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. ആ വൈകാരികതയാണ് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹം എവിടെയോ നിന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹ വർഷം ഗാന്ധിമിത്ര മണ്ഡലത്തിന് മേൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർലോഭം ചൊരിയുന്നത് കൊണ്ടാണ് ഗാന്ധിമിത്ര മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി കഴിഞ്ഞ 18 വർഷത്തിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗ ശേഷവും ഏറ്റവും കർമ്മോജ്വലമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കാര്യമല്ല. എന്നെ സ്നേഹിക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപിടി ആൾക്കാർ, എന്തിനും പോന്നവർ, സഹോദര തുല്യർ എന്നല്ല, സഹോദരന്മാർ തന്നെയാണ്. അവരാണ് എൻ്റെ ശക്തി. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുവാനും ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു പോരുവാനും കഴിയുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 96 വയസ്സുള്ള സരസ്വതി അമ്മ, നമ്മുടെ അമ്മ മുതൽ ഏറ്റവും ഇളം തലമുറയിലെ അഡ്വക്കേറ്റ് അരുണും അമലും ഉൾപ്പെടെയുള്ള 21, 24 വയസ്സ് പ്രായമുള്ളവരുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മയാണ്. അത് ഇഴപിരിയാത്തൊരു ബന്ധമാണ്. അത് സ്നേഹത്തിന്റെ ചരട് കൊണ്ട് കൂട്ടിയിണക്കിയ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ പരിപാടി 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാൻ നിങ്ങളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അഭിവന്ദ്യനായ ഗോപിനാഥൻ നായർ സാറിന്റെ പ്രതിമ ഏറെ അഭിവന്ദ്യനായ തുഷാർ ഗാന്ധി അവർ അനാച്ഛാദനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതിനുശേഷം ഗോപിനാഥൻ നായർ സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ കേരള ഗാന്ധി സ്മാരകത്തിന്റെ ചെയർമാൻ എന്ന രീതിയിൽ മാത്രമല്ല, 100ലധികം ഗാന്ധി മാർഗ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ പുസ്തകങ്ങൾ രചിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, നിരവധിയായ യൂണിവേഴ്സിറ്റികളിൽ രാജ്യത്തിനകത്തും പുറത്തും ഡീനായി പ്രവർത്തിക്കുന്നത് കൊണ്ടും മാത്രമല്ല, ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിച്ചത് കൊണ്ടും മാത്രമല്ല, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് ഊർന്നു വീണ രക്തത്തുള്ളികളാൽ പവിത്രമായ ബിർല ഹൗസിന്റെ അധിപനായി അതിന്റെ കണ്ണിലെ കൃഷ്ണബലി പോലെ 11 വർഷക്കാലം കാത്തു സൂക്ഷിച്ചു എന്ന വൈകാരികമായ ബന്ധത്തിനുടമയാണ് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അവർ. അദ്ദേഹത്തോടൊപ്പം ഗാന്ധി സ്മാരകതയിൽ ഭരണസമിതി അംഗമായി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്കും കഴിഞ്ഞു വന്നത് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയായി ഞാൻ പറയാതെ നിങ്ങൾക്കറിയും.